എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കരാട്ടയുടെ ടെസ്റ്റ് നടക്കുന്ന ദിവസമായിരുന്നു. രാവിലെ 7:30-ക്കായിരുന്നു ടെസ്റ്റ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നമ്മൾ നമ്മുടെ ഡോജോയിലേക്ക് എത്തി. ഇന്ന് നമുക്ക് ബ്രൗൺ ഫോർത്തിലേക്കുള്ള എൻട്രിയാണ് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ബെൽ ടെസ്റ്റൊക്കെ കഴിഞ്ഞു. നമുക്ക് ബ്രൗൺ ഫോർത്തിലേക്ക് എൻട്രി ലഭിച്ചു. ഇത് നമ്മുടെ ട്രെയിനറായ ജോൺസൺ മാസ്റ്ററാണ്. മാസ്റ്ററിൻ്റെ ഡോജോയിലാണ് നമ്മൾ പഠിക്കുന്നത്. നമുക്ക് സർട്ടിഫിക്കറ്റും ബെൽറ്റുമൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് നമ്മുടെ ഗ്രാൻഡ് മാസ്റ്ററായ വിസെറ്റ് സെബാസ്റ്റ്യൻ മാസ്റ്ററാണ്. അദ്ദേഹം കോയിൻജി മാർഷൽ ആർട്സ് അക്കാഡമിയുടെ ഫൗണ്ടറും ഡയറക്ടറുമാണ്. അങ്ങനെ നമ്മുടെ ഗ്രാൻഡ് മാസ്റ്ററുടെ കയ്യിൽ നിന്നും നമുക്ക് ബെൽറ്റും സർട്ടിഫിക്കറ്റും ഒക്കെ വാങ്ങാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷവും അഭിമാനവും തോന്നിയ ഒരു നിമിഷമായിരുന്നു ഇത്. അങ്ങനെ നമ്മൾ ബെൽ ടെസ്റ്റൊക്കെ കഴിഞ്ഞു വീട്ടിൽ വന്നു. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു മസാല ഓംലെറ്റാണ് ഉണ്ടാക്കി കഴിച്ചത്. ടെസ്റ്റ് രാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തിരുന്നു. അത് നമുക്ക് എക്സസൈസും കാര്യങ്ങളും ഒക്കെ ചെയ്യാനുള്ള ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ വന്നിട്ട് ഒരു ഓംലെറ്റ് ഉണ്ടാക്കി അതിൽ കുറച്ച് മസാലപ്പൊടിയൊക്കെ ചേർത്തു. അങ്ങനെ നമ്മളൊരു മസാല ഓംലെറ്റ് ഉണ്ടാക്കി അതിൻ്റെ ഒപ്പം ചായയുമായിട്ട് നമ്മൾ കഴിച്ചു. ഒന്ന് റിലാക്സായ ശേഷം ഫ്രഷായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴും പ്രാക്ടീസ് ചെയ്യുമ്പോഴുമൊക്കെ നമ്മൾ ഫുഡ് കഴിച്ച തൊട്ട് പുറകെ ചെയ്യാറില്ല. നമ്മൾ നന്നായി വെള്ളം കുടിക്കാറാണ് പതിവ്. അവധിയുള്ള ഒരു ദിവസമായതുകൊണ്ട് തന്നെ ഞാനും തമ്പൂട്ടനും അമ്മയും തമ്പൂട്ടൻ്റെ അമ്മയും എല്ലാവരും കൂടെ അമ്മുമ്മയെ കാണാനായി അമ്മയുടെ വീട്ടിലേക്ക് പോയി. അവിടുന്ന് നമ്മൾ ഉച്ചയ്ക്കത്തെ ഊണൊക്കെ കഴിച്ചു. അതിനുശേഷം വൈകുന്നേരം വെയിലൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ടെറസിൽ പോയി അവിടെയുള്ള ചെടികളൊക്കെ നോക്കുമായിരുന്നു. ഇവിടെ നമ്മുടെ മാമനും മാമിക്കും അമ്മൂമ്മയ്ക്കും ചേച്ചിയുടെ മോനുമൊക്കെ തന്നെ ചെടികളൊക്കെ വളരെ ഇഷ്ടമാണ്. മാമന് പൂക്കളുള്ള ചെടികൾ വളരെ ഇഷ്ടമാണ്. അതുപോലെ ചില പച്ചക്കറികളുമൊക്കെ ഇഷ്ടമാണ്. മാമിക്ക് ഇഷ്ടം റോസാ ചെടികളാണ്. അതുപോലെ പച്ചക്കറികളും വെച്ച് പിടിപ്പിക്കാറുണ്ട്. അമ്മൂമ്മയ്ക്ക് ഇലച്ചെടികളോടാണ് കൂടുതൽ താല്പര്യം. അതുപോലെ ചേച്ചിയുടെ മോനും എല്ലാ തരത്തിലുള്ള ചെടികളും വെച്ച് പിടിപ്പിക്കാൻ ഇഷ്ടമാണ്. അപ്പം മാമൻ ടെറസിലുണ്ടാക്കിയിരിക്കുന്ന ഒരു പൂന്തോട്ടമാണിത്. സമയം കിട്ടുമ്പോഴൊക്കെ ചില വൈകുന്നേരങ്ങളിൽ നമ്മളെല്ലാവരും കൂടെ വെയിലൊക്കെ ആറിയതിന് ശേഷം ടെറസിൽ വന്ന് ഇവിടെ നല്ല കാറ്റൊക്കെ കിട്ടും. അപ്പോൾ അവിടെ വന്ന് ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരിക്കാറുണ്ട്. കുറച്ച് സമയം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. വൈകുന്നേരമായപ്പോൾ നമ്മുടെ ചേച്ചിയുടെ മോൻ ഒരു ദോശ ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ്. ആൾ തനിയെ 2-3 ദോശയൊക്കെ ചുട്ടെടുക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്കൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോൾ ആൾ ഇതുപോലെ സ്വന്തമായിട്ട് ചില റെസിപ്പീസൊക്കെ കുക്ക് ചെയ്യുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. അങ്ങനെ മോനൂൻ്റെ ദോശ ഇവിടെ റെഡിയായി. ഇത് നമ്മുടെ അമ്മൂമ്മ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ഒരു ബ്ലൂ ട്വിലൈറ്റ് പ്ലാന്റ് ആണ്. അത് നന്നായിട്ട് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ തിരികെ വീട്ടിലെത്തിയതിന് ശേഷം നമ്മുടെ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു. ചില ചെടികളൊക്കെ ഒരു നേരം മാത്രം നന ആവശ്യമായിട്ടുള്ളവയായിരിക്കും. മറ്റു ചിലവ 2 നേരവും വെള്ളം ആവശ്യമുള്ളവയുമുണ്ട്. അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ. പ്രകൃതിയുമായി നമ്മൾ കൂടുതൽ ബന്ധപ്പെടുമ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും അത് നൽകുന്ന സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്തതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.